രാജ്യതലസ്ഥാനത്ത് കനത്ത ജാഗ്രത. ഭീകരാക്രമണ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് വിവരം. ഭീകരാക്രമണ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യതലസ്ഥാനത്ത് കനത്ത ജാഗ്രത. ഡൽഹി പോലീസ് പരിശോധനകൾ കർശനമാക്കി. IED സ്ഫോടനങ്ങൾ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. തന്ത്രപ്രധാനമായ മേഖലകളും തിരക്കേറിയ ഇടങ്ങളും പോലീസ് നിരീക്ഷണത്തിലാണ്. മുന്നറിയിപ്പിനെ തുടർന്ന് നഗരത്തിലെ നിരവധി തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ വിപുലമായ പരിശോധനാ ഡ്രൈവുകൾ ആരംഭിച്ചു. ഡൽഹിയിലെ BJP ആസ്ഥാന ഓഫീസിനും BJP ദേശീയ ആസ്ഥാനത്തിന് പുറത്തും സുരക്ഷ കർശനമാക്കി. സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. അറബിക്കടലിലെ ചക്രവാത ചുഴിയുടെ സ്വാധീനവും മഴയ്ക്ക് കാരണമാകും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദത്തിനും സാധ്യതയുണ്ട്. മെയ് 12 വരെയാണ് വേനൽമഴയ്ക്കുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റുവീശാനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുമാണ് സാധ്യത. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കട KSRTC ബസ് സ്റ്റാൻഡിനുള്ളിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയെ പീഡിപ്പിച്ചു. ഇന്ന് പുലർച്ചെയാണ് മനസാക്ഷി ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള പന്നിയോട് സ്വദേശി ബ്രൂസിലി ഷിബുവാണ് സ്ത്രീയെ പീഡിപ്പിച്ചത്. ഷിബുവിനെതിരെ പോലീസ് കേസെടുത്തു. കഴക്കൂട്ടം പീഡനശ്രമം. CPM നേതാവിന് പിന്നാലെ ഇടനിലക്കാരിയായ യുവതിയും പിടിയിൽ. ഒറ്റപ്പാലം സ്വദേശിനിയായ യുവതിയെ പീഡനത്തിനിരയാക്കാൻ ശ്രമിച്ച കേസിൽ 1-ാം പ്രതിയായ ആലപ്പുഴ മാന്നാർ സ്വദേശിനി അശ്വതിയാണ് അറസ്റ്റിലായത്. വിദ്യാഭ്യാസ സ്ഥാപനത്തെ ജോലി വാഗ്ദാനം ചെയ്ത് പരാതിക്കാരിയെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തിയത് അശ്വതിയായിരുന്നു. സ്പായിൽ ജോലി ചെയ്തിരുന്ന അശ്വതിയുമായുള്ള പരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒറ്റപ്പാലം സ്വദേശിനി തിരുവനന്തപുരത്തെത്തിയത്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം അശ്വതി യുവതിയെ കഴക്കൂട്ടത്തെ സ്പായിൽ എത്തിക്കുകയായിരുന്നു. അവിടെ വെച്ച കേസിലെ 3-ാം പ്രതിയായ CPM കൽപ്പന ബ്രാഞ്ച് സെക്രട്ടറിയും DYFI മേഖലാ സെക്രട്ടറിയുമായ ജിപ്സൺ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. പ്രതികളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട യുവതി ബന്ധുവീട്ടിലെത്തി ഭർത്താവിനെ വിവരമറിയിക്കുകയായിരുന്നു. മൂന്നുപേരും മുഖ്യമന്ത്രി പദവിക്ക് അർഹരെന്ന് രാഹുൽ ഗാന്ധി. കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്ന പ്രഖ്യാപനം സോണിയാഗാന്ധിയുമായി കൂടി ചർച്ച നടത്തിയ ശേഷമെന്ന് രാഹുൽ ഗാന്ധി. 3 പേരും മുഖ്യമന്ത്രി പദവിക്ക് അർഹരാണെന്നും മെറിറ്റ് അടക്കം പരിഗണിച്ച് തീരുമാനം വരുമെന്നും രാഹുൽ ഗാന്ധി അറിയിച്ചു. നേതാക്കൾ ഒന്നിച്ചുള്ള ചർച്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഖാർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾക്കെതിരെ രാഹുൽ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്നത് 3 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയായിരുന്നു. രാഹുൽ ഗാന്ധി അടക്കം നേതാക്കളും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. കൂടിക്കാഴ്ചയിൽ വെച്ച് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾക്ക് എതിരെ രാഹുൽ രൂക്ഷ വിമർശനം നടത്തുകയും ചെയ്തു.